എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വളരെ താമസിച്ചാണെങ്കിലും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. എന്നാൽ ക്രിസ്മസിൻ്റെ ദിനങ്ങളിലോ അതിന് മുൻപെയോ ഒരു ലൈവ് വീഡിയോ വരണമെന്നുണ്ടായിരുന്നു. എന്നാൽ പല തിരക്കുകൾ കാരണം സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലൈവ് വരാമെന്ന് ചിന്തിച്ചു. ക്രിസ്മസ് 25-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് 1-2 ദിവസങ്ങൾ നമ്മളെ പിന്നിട്ടെങ്കിലും ക്രിസ്തുമസിൻ്റെ ഒരു മാസം തന്നെയാണല്ലോ ഡിസംബർ. ആ സന്ദേശത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോഴേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ആണ് ക്രിസ്തുമസ്. ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ദൈവപുത്രൻ്റെ ജഡധാരണമാണ്. ഇൻകാർണേഷൻ ഓഫ് ദ സൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പുത്രനായ യേശു ജഡം ധരിച്ചു. ദൈവമായിരുന്നവൻ ജഡം ധരിച്ചു എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ ആത്യന്തികമായ അത്ഭുതം, സന്ദേശം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായി, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി, സ്വർഗീയ മഹിമകളെ വിട്ട് ഭൂമിയെ ചുംബിച്ച, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായിരുന്ന ക്രിസ്തു, ആദിയിലുണ്ടായിരുന്നവൻ, നിത്യനായ ആ പുത്രൻ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ജീസസിനെ അല്ല നാം ആരാധിക്കുന്നത്, നിത്യനായ പുത്രനെയാണ് ആരാധിക്കുന്നത്, ഇറ്റേണൽ സണ്ണിനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന് പറയുമ്പോൾ ഈ പുത്രൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടായിരുന്ന 33.5 വയസ്സുവരെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനായ യേശുവിനെ അല്ല നമ്മൾ ഈ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന് പറയുമ്പോൾ ആരാധിക്കുന്നത്. നിത്യനായ പുത്രനെയാണ്, അനാദി നിത്യതയിലുണ്ടായിരുന്നവൻ, സൃഷ്ടിപ്പിലുണ്ടായിരുന്നവനെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതാണ് ഇന്നത്തെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യനും ദൈവവുമായി ഉള്ള നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു, റീസ്റ്റോർ ചെയ്യപ്പെട്ടു, റെക്കൺസിലിയേഷൻ, നിരപ്പ് വന്നു. അപ്പോൾ ഈ ദൈവം മനുഷ്യനായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും ക്രൂശീകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്നാണ് ചിന്തിക്കുന്നത്. രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കാളിലും പ്രാധാന്യമുള്ളത് ഇവാഞ്ചലിക്കൽ വേൾഡ്, ഇവാഞ്ചലിക്കൽ തിയോളജിയിൽ പ്രാധാന്യം കൊടുക്കുന്നത് ക്രൂശീകരണത്തിനാണ്, ക്രൂശുമരണത്തിനാണ്. എന്നാൽ പൗരസ്ത്യ സഭകൾ ഈസ്റ്റേൺ തിയോളജിയിൽ കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത് ദൈവം മനുഷ്യനായി തീർന്നു. ഇതൊന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? കാരണം നമ്മുടെ മനസ്സിൽ ആരൊക്കെയോ പാകിയ വിത്തെന്ന് പറയുന്നത് ക്രൂശീകരണമാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നൊക്കെ പഠിപ്പിച്ചു വച്ചിരിക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ ത്യാഗമെന്ന് പറയുന്ന, സാക്രിഫൈസ് എന്ന് പറയുന്നത് തന്നെത്താൻ ഒഴിച്ചു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്വം ഒഴിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ആ സ്വർഗീയ മഹിമകളെ വിട്ടിട്ട് ഇങ്ങ് വരികയാണ്. അപ്പോൾ ഭൂമിയിലായിരുന്നപ്പോൾ യേശു മനുഷ്യൻ മാത്രമായിരുന്നില്ല, മനുഷ്യനും ദൈവമായിരുന്നു.
മനുഷ്യനും ദൈവവുമായിരുന്നു. മനുഷ്യത്വവും ദൈവത്വവും വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ യേശുവിലുണ്ടായിരുന്നു. യേശുവിൻ്റെ ജനനത്തിൽ, യേശു മാതാവിൽ ഉരുവായ സമയത്ത് തന്നെ യേശുവിൽ മനുഷ്യത്വമുണ്ട്, ദൈവത്വമുണ്ട്. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, രണ്ടിനെയും വേർതിരിക്കാൻ സാധിക്കില്ല. അത് ഇടകലർന്നിരിക്കുകയാണ്. അത് യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചപ്പോൾ മുതൽ ക്രൂശിലും ഈ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർതിരിക്കാനായിട്ട് സാധിക്കാതെ വണ്ണം അവ രണ്ടും ഒരുമിച്ച് കലർന്നിരുന്നു. ഹോമോഉസിയോസ്, ഹോമോയി ഉസിയോസ് അല്ല, ഹോമോഉസിയോസ്. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. പലർക്കും ഇത് അറിയത്തില്ല. കാരണം ജഡധാരണത്തെയൊക്കെ സംബന്ധിച്ച് വളരെ ലഘുവായി, വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത്. വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ക്രൂശീകരണത്തിന് ഇങ്ങനെ ഉയർത്തി ആളുകളുടെ വൈകാരികതയെ കൂടുതൽ സ്പർശിക്കാൻ സാധ്യതയുള്ളത് ഈ മരണത്തിനാണ്. അപ്പോൾ ആ വൈകാരികതയെ പലപ്പോഴും മുതലെടുത്തുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ്. അപ്പം ഈ ജഡധാരണത്തിന് വലിയ പ്രാധാന്യത പലപ്പോഴും കൊടുക്കുന്നില്ല. ഇൻകാർണേഷൻ ഓഫ് ദ സൺ ഓഫ് ഗോഡ്. അപ്പം അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ്, സെലിബ്രേഷനാണ്. മനുഷ്യനായി തീർന്ന ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോൾ, ഈ ആട്ടിടയന്മാർ ആരായിരുന്നു? ഈ ആട്ടിടയന്മാരെന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ പ്രത്യേകമായ അനുമതിയോടെ, മഹാപുരോഹിതന്മാരുടെയൊക്കെ അനുമതിയോടെ ഈ പ്രത്യേകതരം ആടുകളെ, യാതൊരു ഊനവുമില്ലാത്ത ആടുകളെ ഉൽപ്പാദിപ്പിച്ച അവയെ പരിപാലിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അവരാണ് ഈ വെളിമ്പ്രദേശത്തൊക്കെ താമസിച്ചു എന്നൊക്കെ പറയുന്നത്. അല്ല സാധാരണ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ കാര്യമൊന്നുമല്ല. കാരണം മറുവശത്ത് ഈ വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് ദൈവമായിരുന്നവൻ, ദൈവപുത്രനായിരുന്നവൻ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ഇനിയും മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് നമ്മൾ ചരിത്ര പശ്ചാത്തലത്തിലേക്കും ആ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലേക്കും ഒക്കെ പോകണം. ബൈബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയൊരു പുസ്തകമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് പല പ്രാവശ്യങ്ങളിൽ ഞാൻ എൻ്റെ ഈ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ വായിച്ച്, പിന്നെ ഇങ്ങനെ വായിക്കുന്നവർ അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ എടുക്കുന്നു, അത് നമുക്ക് സ്വന്തമാണെന്ന് ചിന്തിക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. എന്തായാലും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയ ത്യാഗത്തിൻ്റെ ഒരു സന്ദേശമാണ്. ഏറ്റവും വലിയ സാക്രിഫൈസ് എന്ന് പറയുന്നത് ദൈവമായിരുന്നവൻ, ദൈവപുത്രൻ അല്ലേ, പിതാവിനോട് സമനായിരുന്ന പുത്രൻ ഭൂമിയിലേക്ക് വരികയാണ്, മനുഷ്യരായി തീർന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിയെ ചുംബിക്കുകയാണ്, ദൈവം ഭൂമിയെ സ്പർശിക്കുകയാണ്, മനുഷ്യരുടെ ഇടയിലേക്ക് പാർക്കുകയാണ്, നമ്മളെപ്പോലെ നടക്കുകയാണ്, ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും അല്ലേ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ. അതാണ് ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ത്യാഗത്തിൻ്റെ സന്ദേശം ക്രിസ്തുമസിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ത്യാഗം സഹിച്ചതിലൂടെ മനുഷ്യവംശത്തോട് ഏകീഭവിക്കുക, നിരപ്പിൻ്റെ ശുശ്രൂഷ, മനുഷ്യനോട് ഏകീഭവിക്കുകയാണ് ദൈവം. അപ്പോൾ ആ ഒരു വലിയ സന്ദേശമാണ് ഈ ക്രിസ്മസിനുള്ളത്. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ ആ ഒരു ചൂടാറുന്നതിന് മുൻപേ തന്നെ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി എന്ന് ചിന്തിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.